ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് അയൽ വീടുകളിലോ അല്ലെങ്കിൽ കടയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടതിന് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന കുഞ്ഞു ബെല്ലേക്കാണ് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഗനാഷാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അധികം പുളിയില്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സീഡ്സാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്, കൂടുതലായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതേ സെയിം അളവിൽ തന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിക്സാണിത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല പോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഗനാഷ് കളറില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരിത്തിരി യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡ്രോപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ വാനില സ്പഞ്ച് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഗനാഷ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കി വെക്കുക. എന്നാൽ ഈ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഗനാഷൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ലപോലെ തണുത്തതിന് ശേഷം ഞാനൊരു 3 ലെയർ ആക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യാം. കേക്ക് ബോർഡിൽ ഒരു ഇത്തിരി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഫസ്റ്റ് ലെയർ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗനാഷ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കേക്കിന്. പുളിയും മധുരമൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 2 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ട് 3ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ കേക്ക് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഐസിങ് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇനി ബാക്കി ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിതൊരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഈ കേക്ക് നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ മുകളിൽ ഗനാഷ് ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് 4 ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 4 ചെറി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗനാഷ് നമുക്ക് ഇതുപോലെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പുളിയും മധുരവും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ.